ഞാൻ കരയൊന്നുമില്ല. കണ്ണില് എല്ലാം വരുന്നുണ്ടല്ലോ. പൊടി പോയതാ. വേണ്ട കതിരുമോളെ. കരയില്ലേ? ചേച്ചി സോറി, ഞാൻ അറിയാതെ ചെയ്തതാ. ഞാൻ വിചാരിച്ച് ചേച്ചി ഒന്നും പറ്റിക്കാന്ന്. സോറി. കരയാതെ. ഇത്രയും വലിയ ആവശ്യത്തിന് വെച്ച പൈസ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞ 2 അടി തന്നു വിണ്ട കേസാ പാറു. ഇനി താഴ്ത്തുനിന്ന് 1 രൂപ കിട്ടിയാൽ പോലും അത് ആരുടെയാന്ന് ചോദിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തോളണം. കേട്ടല്ലോ? ശരി ചേച്ചി. சிவா, உன்னோட ஃப்ரெண்டோட அப்பாக்கு ஆப்ரேஷன் தானே சொன்னேன். அப்படின்னா நான் கண்டிப்பா பைசா கொடுத்துதான் ஆகணும். உன்னோட ഫ്രണ്ട്സ് എല്ലാം കൊടുത്താച്ചാ? എനിക്ക് അറിഞ്ഞൂടാ ആന്റി. ഒന്നാമത്തെ കുട്ടിയുടെ അമ്മയ്ക്കും വയ്യാണ്ടിരിക്കുക. അവര് നാട്ടുകാരെല്ലാം എന്തോ പിരിച്ചൊക്കെയാണ് കുറച്ച് ഫണ്ട് കൊടുത്തത്. 2000 രൂപയല്ലേ പോയോളൂ. 3000 രൂപ ആരോ കടം തരാന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ ആ പൈസ മേടിച്ചു കൊടുക്ക്. ബാക്കി 2000 ഞാൻ തരാം. അതൊന്നും വേണ്ട ചേച്ചി. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ പകുതി ചെലവ് ഇപ്പൊ ചേച്ചിയാണല്ലോ നോക്കുന്നത്. ചേച്ചി പൈസ തരുന്നു വേണ്ട. ஒரு ஆப்ரேஷன்னா எவ்வளோ பணம் தேவைப்படுன்னு எனக்கு நல்லா தெரியும். என்னோட அப்பாவோட ஆப்ரேஷன் டைம்ல நீங்க எல்லாரும் தானே ஹெல்ப் பண்ணீங்க. நான் அதை கண்டிப்பா மறக்க மாட்டேன். എനിക്ക് അതിലൊന്നല്ല വിഷമം. ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് ഒരക്ഷരം മിണ്ടാണ്ട് കേശു അങ്ങ് മുങ്ങി. അതാലോചിച്ചിട്ട് മാത്രം. എവിടെ പോയതാ? മിച്ചം വന്ന പൈസക്ക് സിപ്പ് മേടിക്കാൻ പോയതാ? നീ രാവിലെ ആരോടും പറയാതെ അവിടെ പോയതാ? അത് പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ മുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ. നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ചെയ്യാൻ? ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനൊന്നും ചെയ്യുമെന്ന്. കേശു വെറുതെ വേണ്ടടാ. നീ എടുത്ത് സംസാരിക്കാൻ വരില്ലേ? അഭിഷേകം കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഇനിയും നീ വളവളാന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നാ ചിലപ്പോ നീ എന്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കും. டே கேசு, என்னடா இது? நீ சிரிச்சிட்டு இருக்க? காலையில இருந்து அவ அழுதுட்டு இருக்கா. உனக்கு சிரிப்பு? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കണ്ടെന്ന്. പിന്നെ എന്തുവാ, അത് കഴിഞ്ഞു. നീ സംസാരിക്കണ്ട. വാങ്ങിക്കടേ. 5000 രൂപയുണ്ട്. നീ അതെങ്ങനെയാന്ന് വെച്ചാൽ അയച്ചോട്. എടി, നീ ബാക്കി പൈസ കിടന്ന് നീ ഓടണ്ട. നിനക്ക് ഇത്ര പൈസ എവിടുന്ന? അല്ല, നിനക്ക് ഇത്ര പൈസ എവിടുന്ന കിട്ടിയേ? നമ്മളോട് ചേച്ചേ എന്ത് നോക്കണ? അല്ല, കൊച്ചിനെ മാല വല്ലതും പണയം വെച്ചാ നോക്കിയതാ. ഞാൻ അത്ര വലിയ ചേച്ചിയല്ല കേട്ടാ. 5000 രൂപ ഒപ്പിക്കേ കേശുവിന്. അത് ഈ വാഴക്കാലയില് 2000 രൂപ ബാസ്യങ്ങളുടെ മേടിച്ച്, 2000 രൂപ ചന്ദ്രൻ ചേട്ടയുടെ മേടിച്ച്, 1000 രൂപ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ മേടിച്ച്. ടോട്ടൽ 5000 റുപ്പീസ്. നീ ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും? എന്നെ ലച്ചിട്ടിരിക്കില്ല. പേടിക്കണ്ട, ഞാൻ ചേച്ചിയുടെ നിന്ന് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതങ്ങ് അറ്റ കൈക്കേ ഉള്ളൂ. മുമ്പോ ചെറിയ ചില ഞുറുക്ക് പരിപാടിയൊക്കെ ഞാൻ പിടിച്ച് അവിടുന്ന് കിട്ടുന്ന പൈസ എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ പൈസ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. മക്കളെ, സത്യം പറഞ്ഞ അബദ്ധം പറ്റിപ്പോയതാടാ. നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഇന്ന പോലെ കുറച്ച് പൈസ വേണം, ഇങ്ങനെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞാൽ ചേച്ചി തരൂല്ലേ? ഇല്ലെങ്കിൽ ഞാനതിൽ എവിടുന്നേലും മേടിച്ച് തരൂല്ലേ? അതെ, ഉള്ളത് പറഞ്ഞാ നിന്നെ പോലത്തെ ഒരു ചേട്ടനെ കിട്ടുന്നത് ഇച്ചിരി പുണ്യമാണ്. ഇത്രയും നേരം മഴ അങ്ങോട്ട് നിന്ന് പെയ്യുമായിരുന്നു. ഇപ്പൊ ദേ വെയിലും. ഇതെന്തൊരു കാലാവസ്ഥ ഇത്? എന്നാ എനിക്ക് നടക്കാം മുമ്മേ. നടക്കുമല്ലയോ? ആ, നടക്ക്. സ്പീഡിൽ പോട്ടെ, അടിച്ചിങ്ങോട്ട് വീഴും. അമ്മ വന്ന് അന്വേഷിച്ചോളൂ നാള്. എന്തൊരു വെപ്രോളാണ് ഇത്? ചേച്ചി എന്തായി? ഇവിടെ കനാലിന്റെ അന്വേഷിച്ചോളൊക്കെയായിരുന്നു. അയ്യോ, അമ്മയെ കാണാനില്ലല്ലോ, അമ്മയെ കാണാനില്ലോ, അമ്മ എങ്ക പോച്ചെന്ന് പറഞ്ഞിട്ട്. കനാന്റെ എവിടെ?
ஆஹா வந்தாச்சா? அம்மா லெச்சு உங்களை கூட்டிட்டு போன பிறகுதான் எனக்கு தெரிஞ்சது நீங்க ஹாஸ்பிட்டலுக்கு தான் போனீங்கன்னு. ഞാനും അറിഞ്ഞില്ലെന്നേ. എന്നെ കടയിൽ പോകാൻ വേണ്ടല്ലേ അവൾ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. ആശുപത്രി ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അന്തം വിട്ടു പോയെന്നേ. ഞാൻ വിചാരിച്ചു എവക്കെന്താണ്ട് വയ്യാഴികയാന്ന്. പിന്നല്ലേ അറിയുന്നത് എന്നെ കാണിക്കാനാ കൊണ്ടുപോയെന്ന്. ചേച്ചി എന്നിട്ട് എന്തായി? ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ട്. ஐயோ அப்படின்னா சூஜி எல்லாம் ஏத்திருப்பாங்களே. அம்மா வலிக்குதா? ഇല്ല, നല്ല സുഖമുണ്ട്. എന്തായാലും ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മൂമ്മയുടെ കൂടെ എവിടെയും പോവാൻ കൊള്ളത്തില്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബാ തിരിച്ച് വീട്ടിൽ പോവാൻ പറയും. എന്തൊരു ബഹളമാണ്. ആ അതെനിക്ക് അറിയാവുന്നതാണ്. ഞാൻ പച്ച മലയാളത്തിൽ ആദ്യം പറഞ്ഞേ നൈസിലും ഒന്നും പറയാതെ കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെ കൊണ്ടുപോയിട്ടാണല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയത്. ഓഹോ, അപ്പൊ എല്ലാരോടും അറിഞ്ഞോണ്ടുള്ള പരിപാടിയായിരുന്നില്ലയോ? പിന്നെ അല്ലാണ്ട് നേരെ ചൊവ്വേ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ? ഇല്ലല്ലോ. അതമ്മൂമ്മ 2-3 ദിവസമായിട്ടേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ മുഖത്തിന് മൊത്തത്തിൽ ഒരു വിളർച്ചയും ഒരു ക്ഷീണവും ഒക്കെ പോലെ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച് നൈസായിട്ടൊന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാന്ന്. ഡേ എന്നിട്ട് എന്തായി? എന്താവാൻ, എല്ലാം ആയി. லெச்சு சுகர் பிரஷர் கொலஸ்ட்ரால் இதெல்லாம் இருக்கா? അതൊന്നും ഇല്ല. ഒട്ടുമില്ല. ஐயோ இல்லையா? എന്ത് വേണമായിരുന്നോ? എന്റെ ആന്റി എല്ലാം ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് സിവിയർ അല്ല. എല്ലാം ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. പിന്നെ രക്തക്കുറവുണ്ടെന്ന് പറഞ്ഞു. ചുമ്മാതല്ല, ഞാൻ പറഞ്ഞില്ലേ മുഖത്ത് കണ്ട ഒരു മാറ്റമില്ലേ? ആ പഴയതുപോലുള്ള പ്രസരിപ്പില്ലേ, രക്തക്കുറവിന്റെയാണ്. ஆமா நானும் கவனிச்சேன். முகம் ஒரு மாதிரியா இருக்கு. ആണോ? അയ്യോ പിന്നെ ഒരുമാതിരി ഇരിക്കുക. പിന്നെ ക്ഷീണമൊക്കെ കാണും. ഇത്രയും പേടിച്ചോർച്ചൊക്കെ വന്നതല്ലേ ഹോസ്പിറ്റലിൽ നിന്ന്. പേടിയോ? എനിക്കോ? എനിക്കൊരു പേടിയില്ല. അയ്യോ, ഒട്ടും പേടിയില്ലാത്ത ഒരാള് ഞാൻ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. ആ നേഴ്സ് ഉണ്ടല്ലോ, സിറിഞ്ചും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരാളുടെ കണ്ണിവിടെ ബുൾസൈ പോലെ പുറത്തോട്ട് വന്നു. கேசு இந்த ரத்த குறைவு இருந்துனா நம்ம ரத்தம் கொடுத்துனா சரியாகுமா? அப்படியா இருந்தா என்னோட ரத்தம் கொடுக்கலாமே. താമസിപ്പിക്കണ്ട ശിവ, ഒരു 2 കുപ്പി എടുത്തോണ്ട് വാ. പിന്നെ അടുക്കള ഒരു കത്തി എടുത്തോ. വാക്കത്ത് മതിയോ? പോയി കത്തി എടുത്തോണ്ട് പാടി. ഇന്നലെ മുറിക്കുന്നു, 2 കുപ്പിയിലും ബ്ലഡ് നിറയ്ക്കുന്നു, ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു, ഒരെണ്ണം ഇപ്പൊ തന്നെ അമ്മൂമ്മയെ കൊണ്ട് കുടിപ്പിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ കുടിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ ഡ്രില്ലർ മേടി, ഒറ്റയടിക്ക് ഡ്രില്ല് ഇറക്കാം. അല്ല പിന്നെ டே கேசு நீ என்ன கிண்டல் பண்றியா? പൊന്നുകാരൻ ചോര അങ്ങനെ എങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂല. ഇത് പറഞ്ഞത് മനസ്സിലായി കുറേ. പോട്ടെ, ഞാൻ പിന്നെ പറഞ്ഞുതരാം ആന്റിക്ക്. ചേച്ചി ഇപ്പൊ എന്താ വേണം? നമുക്ക് ഫുഡൊക്കെ ഒന്ന് നോക്കിയാ പോരെ കറക്റ്റായിട്ട്? അത് മതി. അയ്യ, അത് മതി. ഇതാരീ പറയുന്നേ? നേരെ ചൊവ്വേ ഭക്ഷണവും കഴിക്കുന്നില്ല. എന്റെ അമ്മൂമ്മ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കാം, അമ്മൂമ്മ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്? ഞാനിന്നേ വരെ അമ്മൂമ്മ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ല. പറഞ്ഞതിന് കാര്യമുണ്ട്, ഞാനും കണ്ടിട്ടില്ല. அது சொன்னது கரெக்ட் தான். காலையில நம்ம தோசை சுடும்போது ஒரு தோசை சாப்பிட்டா ஆச்சு. மத்தியானம் சோறு இவ்வளவுதான் சாப்பிடுவாங்க. ഇനി ശ്രദ്ധിക്കാം. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതൊക്കെ താനേ വന്നോളും. പിന്നെ പോഷക സമൃദ്ധമായ ആഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കണുണ്ടല്ലോ. എടാ നിന്റെ കാര്യമല്ല, ഡോക്ടർ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞതാ. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കണം. പിന്നെ അമ്മൂമ്മയ്ക്ക് ചുമയും കഫത്തിന്റെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലൊക്കെ കുടിക്കാം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാടൊന്നും കഴിക്കണ്ട. ഈ ഇടവിട്ട് എന്തെങ്കിലും ആപ്പിളോ വല്ല പഴോ, അങ്ങനെ ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കുന്തിരിക്കോ? കുന്തിരിക്കല്ലടാ, മുന്തിരി. ഓ ഹായ്, പഴം. ഇതാർക്ക്? അമ്മൂമ്മയ്ക്ക്, വേറെ ആർക്ക്? എനിക്ക് ഇപ്പൊ വേണ്ട കൊച്ചേ. ഇപ്പൊ വേണ്ട കൊച്ചേന്നാ? ഇത്ര നേരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഇതങ്ങ് കഴിച്ചേ. അതെ, ഇത് മുഴുവൻ അമ്മൂമ്മയ്ക്കാണോ? ഇത് മൊത്തം അമ്മൂമ്മയ്ക്കല്ല, എല്ലാവർക്കും കൂട്ടിട്ടാ. പിള്ളേർക്കും അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും. ഈ പിള്ളേരെന്ന് പറയുമ്പോ അതിന് നീ വിടൂല. അയ്യോ ചേച്ചി ചമ്മപ്പോയി. അല്ല ഞാൻ അറിഞ്ഞൂടാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശരീരവേദനയും വയ്യ എന്തോ. ആണോ? ദേ അവിടെ നല്ല പച്ച പുല്ല് വളർന്നിട്ടുണ്ട്. മോൻ പോയി കമന്നിരുന്ന് തിന്നി കഴിക്കാം. മുമ്മേ ഒരു പഴം വെച്ചോണ്ട് നോക്കിയിരിക്കുക. മുമ്പ് ഞാൻ കഴിച്ച് സഹായിച്ചു കാണിച്ചു തരാം. വേണ്ട, കഴിച്ചാ മതി. ഹായ്, മാതള നാരങ്ങ. അതിലെങ്ങനെ കൈ ഇട്ടാ അവിടെ എന്ത് ചേച്ചി, 2 മാതള നാരങ്ങ കഴിക്കാൻ പറ്റൂല ഇത്? എടാ, ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു വെക്കും. തിന്നണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷെ തീർക്കുന്ന രീതിയിൽ കഴിക്കരുത്. ബാക്കിയുള്ളവർക്കും കൂടെ വെക്കണം. ഓ എന്നാ പിന്നെ ഞാൻ മേടിച്ച് എനിക്ക് കഴിക്കാമല്ലോ. ഓ, അപ്പോഴും ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അതും ഒറ്റയ്ക്ക് വിഴുകണം എന്നേ ഉള്ളൂ. എന്താ വിട്ട് പിടി. ഇപ്പം ഒരു കഷ്ണം എടുത്തോ, ഒരു കഷ്ണം എടുത്തോ. വേറെ ആർക്ക്? അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മക്കാ?
ബാർലി റൈസ്. ബാർലി വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഗ്യാസിനും അതുപോലെ തന്നെ അസിഡിറ്റി, നെഞ്ചിരിച്ചിലിനൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗറും കൺട്രോൾ ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. യെസ്. ഏടാടാ എവിടെയായിരുന്നു രണ്ടുപേരും? എന്നാ വെച്ചോ. അങ്ങനെയല്ല കനകം, നീ എന്നെ പാചകം പഠിപ്പിക്കല്ലേ. അമ്മ ഇപ്പിടിതാ അമ്മ, എന്നമ്മ ഇത്? അങ്ങനെയല്ല, അപ്പിടിതാ അമ്മ, എന്നമ്മ ഇത്? അങ്ങനെയല്ല ഒച്ചേ. இத பாருடா, ஒரு தாளு கறி எப்படி வைக்கிறது சொல்லி ஆரம்பிச்சது. இங்க வைக்கிறது வேறையா, அங்க வைக்கிறது வேறையா, சண்டை போட்டுட்டே இருக்காங்கடா. മതി മതി മതി, വിട്, നിർത്ത്, മതി, വിട്ടോ. ആഹാ, ആപ്പിള് കഴിക്കാന്നോ? മുഴുവനും കഴിക്കണം, അത് മുഴുവനും കഴിക്കണം കേട്ടോ, അല്ല നല്ല ആരോഗ്യം വരത്തുള്ളൂ. അവർക്കുള്ള ആപ്പിൾ ഞാൻ പിന്നെ ചെത്തി കൊടുത്തോളാം. അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാർക്കാ? ഇത് താങ്കൾക്കുള്ളതാ. എനിക്കോ? പിന്നെ വേറെ ആർക്കും കൊടുക്കുക. അത് കഴിച്ചേ, എടുക്ക്. ബാഗലു, നമുക്ക് പോയി കളിക്കാം. അതെ, പുറത്തെ മൊത്തം ചെളിയാണ് കേട്ടാ. അവിടെ വല്ലതും പോയി വീണ കാല് വരെ അലക്കിഞ്ഞ് കേറി എവിടെ പറഞ്ഞത്? പുറത്തു വല്ലതും പോയി വീണ ചെളിയെ കളിക്കോ പോയി? ചെളിയിൽ കളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, എന്റെ കയ്യിൽ കിട്ടും നല്ലോണം. ചെളിയിലൊക്കെ നമുക്ക് പിന്നെ കളിക്കാം. ബാഗലു, നമുക്ക് പോയി കളിക്കാം. ഇറക്കി വിടാ. പിന്നെ എന്തിനു കേറിയത്? അത് കഴിച്ചാ മുമ്പേ. പിന്നെ കഴിക്കാൻ കൊച്ചേ. പിന്നെ എപ്പോ കഴിക്കാനാ? രാത്രിയിലാ. എന്തായാലും അമ്മമ്മയുടെ ആരോഗ്യകാര്യം മുഴുവൻ ലച്ചു ചേച്ചി ഒഫീഷ്യലി ഏറ്റെടുത്തത് നന്നായി. പിന്നെ ഒഫീഷ്യലി ഒന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. പിന്നെയാണ് അമ്മൂമ്മ എന്നും പറഞ്ഞ് അമ്മൂമ്മ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. എന്റെ 2 കണ്ണിൽ 1 കണ്ണ് അമ്മൂമ്മയുടെ നേർക്ക് എപ്പോഴും ഉണ്ടാവും. அம்மா, நீங்க ரொம்ப பாக்கியம் செஞ்சவங்க. இத பாருங்களேன், சுத்து நின்று உங்களை எல்லாம் சாப்பிட வைக்கிறாங்க. ஆனா இந்த லோகத்துல நிறைய பேர் இருக்காங்க, யாருமே பாத்துக்கிறதுக்கு இல்லாம. அத நினைச்சா நீங்க பாக்யவதி, அதான் சொல்லணும். ഭാഗ്യവതി കഴിക്ക് ബാ. അതാ എന്റെ പേടി. எதுக்கு? അത് കഴിച്ചേ. ആ കുത്തി കേട്ടേ ഇങ്ങോട്ട്. കഴിച്ചിട്ട് വേണം പിന്നെ പഴം കഴിക്കാൻ. കുറെ നേരം അങ്ങോട്ട്. ഒന്നേ, ജ്യൂസർ പോലെ അടിച്ചിറങ്ങട്ട്. ആ ഇടയ്ക്ക് അവൻ എടുത്ത് കഴിച്ച്. மெதுவா மெதுவா. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം. എന്താണ് മോളെ ചോണ്ടത്തല ഭവാനിയമ്മേ, ഭയങ്കര ടെൻഷനിലാണല്ലോ. മക്കളെ, ഈ രക്തക്കുറവുണ്ടെന്ന് വിചാരിച്ചേ വല്ല ക്ഷീണമല്ലേ കാണത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, വേറെ ഒരു കുഴപ്പമില്ല. ആരിതൊക്കെ പറഞ്ഞേ? ഈ രക്തക്കുറവെന്ന് വെച്ചാലേ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. നീ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ആർക്കറിയാം? അല്ല, എന്താണ് പതിവില്ലാണ്ട് ഈ സമയത്ത് ഇവിടെ ഇരിപ്പോ? അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങാത്ത ആളാണല്ലോ. ലച്ചു ഒരിടത്തും ഇരിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. എവിടെ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ടുതരും. ഓ, എനിക്ക് വയ്യ. നേരെ ചെവി ആഹാരം കഴിക്കത്തോട്ടല്ലേ, അനുഭവിച്ചോ? ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ പാട്ട് എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം, ആർക്കാണ് ഇഷ്ടം. ബാർലി വെള്ളം 3 ഗ്ലാസ് ഉണ്ട്. ഇത് മൊത്തം കുടിച്ചോളണം. ബാർലരി വെള്ളോ? എന്ത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. അങ്ങ് കുടിച്ചേ. ഒറ്റ വലി. ഇത് കുടിക്കുന്നുണ്ടോ അതോ ഞാൻ നിർത്തി കുടിപ്പിക്കണോ? ഇല്ല, ഞാൻ കുടിച്ചോളാം. ആ, പോട്ടെ 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 പോട്ടെ, കുടിക്ക്. വെള്ളം കളയാനൊക്കെ നോക്കും, ഒന്നും സമ്മതിക്കരുത്. കീപ് യുവർ ഐസ് ഓൺ ഹെർ. ഓക്കെ, ആ മൊത്തം കുടിക്ക്. ആര് പറഞ്ഞു ഞാനായിട്ട് കുടിപ്പിക്കണോ? അയ്യോ, ഇത് 2 ഗ്ലാസ് ഉള്ളല്ലോ. അടുത്ത ഗ്ലാസ് എടുത്തിട്ട് വരാട്ടാ. ഇച്ചിരി ചൂടുണ്ട്, ഇച്ചിരി കഴിഞ്ഞു അത് കുടിക്കാം. കുഴപ്പമില്ല, അത് ഊതിത് കുടിച്ചാൽ മതി. കുടിച്ചോ ലച്ചേച്ചേ. ആ കുടിച്ചു. അയ്യോ, അയ്യോ, അയ്യോ,
അയ്യോ, അലമ്പാടിക്കല്ലേ, അലമ്പ് കാണിക്കല്ലേ. നില്ല്, നില്ല്. ഓട്, 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 ഓടറി, ഓടറി. എന്റെ അമ്മേ, എന്താ അമ്മൂമ്മ? എടാ ആരെങ്കിലും എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ അവരുടെ പുറത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത്. മര്യാദയ്ക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് കുത്തിയിരുന്ന് കളിക്കാൻ പറഞ്ഞാൽ ഇതുങ്ങൾ രണ്ടും കേൾക്കത്തില്ല. ഓ എനിക്ക് വയ്യ അങ്ങ്. അമ്മൂമ്മക്ക് ശരിക്കും ഒറിജിനലായിട്ട് വയ്യാതായ? എന്തോ ഒരു ബഹളം കേട്ടത് ഇവിടെ. അമ്മൂമ്മ കിടപ്പിലായി. അമ്മൂമ്മ കൊന്ന്. കളിച്ച് കളിച്ച് കളി കാര്യമായോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആശുപത്രി പോയതാ ഇപ്പൊ പ്രശ്നമായത്. അയ്യോ 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 അമ്മൂമ്മ, അപ്പൊ പിന്നെ അത് ഭയങ്കര പ്രശ്നമാവുമല്ലോ. എന്തോന്ന് പ്രശ്നം? ഞാൻ ലച്ചുവിനെ പേടിച്ച് എവിടെ വന്ന് കിടക്കുന്നത്. അവിടെ ഒരു പോഷകാഹാരം. എന്റെ അമ്മൂമ്മ സ്നേഹം കൊണ്ടല്ലേ. അമ്മക്ക് ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. സ്നേഹിച്ചങ്ങ് കൊല്ലും. ഇനി എങ്ങാനും ഇടം തിരിഞ്ഞ പിന്നെ നരിച്ചു കയറി ഭിത്തേ കയറ്റും നമ്മളെ. പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് ചേച്ചി ഫുഡ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റിച്ചു കൊല്ലും. അതൊന്നുമല്ല, അലമ്പായി കഴിഞ്ഞാ ചേച്ചി അമ്മൂമ്മയെക്കാട്ടിലും അലമ്പാണ്. കാര്യം ചേച്ചി എന്താ ചേച്ചി അറിഞ്ഞാ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. എങ്ങനെ ക്ഷീണം ഇല്ലാതിരിക്കും? എന്റെ അമ്മൂമ്മ മനുഷ്യ ശരീരത്തിന്റെ മുക്കിലും മൂലയിലും എത്തേണ്ട ഇന്ധനമാണ് രക്തം. അതിന്റെ കുറവാണ് അമ്മൂമ്മയ്ക്കുള്ളത്. അത് കൂട്ടാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. ചെല്ലു നോക്ക്. ഓ സമാധാനമായി. എടാ കേശു, ലച്ചുവിന്റെ കൺമുന്നിൽ മാറി നിൽക്കാൻ എന്താ ഒരു വഴി? ചേച്ചി ഉടുമ്പാണ്, ഉടുമ്പ് പിടിച്ചഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയൊന്നും വിടൂല. അല്ലെങ്കിൽ തന്നെ അമ്മമ്മക്ക് എന്തോ ഭക്ഷണം കഴിയാണ്ട് ഇത്ര മടി. നല്ല സാധനങ്ങളല്ലേ തരുന്നേ, എന്തോ കഴിച്ച പ്രശ്നം? കഴിച്ചാൽ എന്തോ പ്രശ്നമെന്നോ? അതെ, നമ്മൾ ശീലിച്ചു വന്ന ചില രീതികളൊക്കെ ഉണ്ട്. അത് മാറ്റിയിട്ട് പെട്ടെന്ന് ഈ ആഹാരത്തിലോട്ടൊന്നും പാനൊന്നും പറ്റത്തില്ല. നമുക്കേ നല്ല കഞ്ഞി, ചമ്മന്തിയും ചുട്ട പപ്പടവും ഒക്കെ കുടിക്കും. ആ കുടിക്കുന്നിടത്ത് കൊണ്ടുവന്നും ഇറച്ചിയും മീനും മുട്ടയും പിന്നെ പ്രോട്ടീനും ക്രീറ്റീനും ഒക്കെ കൊണ്ട് തന്നാൽ പറ്റുമോ? അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്. നാളെ രാവിലെ തൊട്ടിട്ട് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കേട്ടോ. അയ്യോ വഴുവഴാന്നിരിക്കുന്ന ഓട്സോ, അയ്യോ എനിക്കത് കഴിക്കാനേ പറ്റത്തില്ല. അത് കഴിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ലച്ചു ചേച്ചി പിള്ളേരെ ഊട്ടിക്കൂല. അതേപോലെ സ്പൂണിൽ കുത്തിക്കേറ്റും. എനിക്കത് ഇഷ്ടമേ അല്ല. എന്നാ രക്തം കൂട്ടാനുള്ള ഐറ്റം മാതളത്തിന്റെ ജ്യൂസാ. പഞ്ചസാര പോലും ഇടാത്ത നല്ല ഫ്രഷ് ജ്യൂസ്. ഇതെന്തോ ഇത് ഭയങ്കര കട്ടിയാന്നല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുടിച്ചേ. കുടിക്ക്. ഞാൻ പിന്നെ കുടിച്ചു. ഓരോ പിന്നെ ഇതപ്പോ അങ്ങ് കുടിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മാതളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ തരാം. എവിടെ മാറ്റി വെച്ചേക്കണം? ഈ എവിടെ സേഫ് ആയിട്ട് വെച്ചേക്കണോ, ഫ്രിഡ്ജ് വെച്ചേക്കണോ, മൂട്ടയ്ക്ക് വെച്ച് എവിടെ വെച്ചേക്കുവാണോ ചോദിക്കാലോ. കൂടുതൽ അങ്ങനെ ചോദ്യമൊന്നും വേണ്ട, അത് കുടിച്ചേ. കുടിക്ക്. കേശുവേ ഒരു കമ്പെടുത്ത് കൊണ്ടുവന്നേ. ഓക്കെ. ഇല്ല ഞാൻ കുടിക്കാം. പകുതി കേശു കൊടുക്കട്ടെ. ഓ മര്യാദക്ക് കുടിച്ചോളണം. അവരത് കേക്കാൻ കാത്തിരിക്കുക. അമ്മൂമ്മയുടെ രക്തമൊക്കെ ഞാൻ കൂട്ടിത്തരാം. കുടിക്ക് കുടിക്ക് കുടിക്ക്. മാഡം, അയ്യോ പേടിച്ചു പോയല്ലോ. എന്താ മോളെ? എന്നാ മുട്ടയോ? ആദ്യമായിട്ട് കാണണേ. എന്തിനാ? കളയാൻ. കഴിക്കാം അമ്മ, ചുമ്മാ വെള്ളത്തിലെടുക്കാണ്ട്. ഞാനോ? പിന്നെ ഞാനോ? എല്ലാ ദിവസവും ഇനി തൊട്ട് ഈ സമയമാകുമ്പോ 2 പുഴുങ്ങിയ മുട്ട കഴിക്കണം. കഴിക്കും. ഒരെണ്ണം വേണമെങ്കിൽ കഴിക്കാം. പറ്റില്ല, 2 കഴിക്കണം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 കേശുവേ, കേശു. കേശുവിനെ എന്തിനാ വിളിക്കുന്നേ? അല്ല കുറച്ചു നേരമായില്ലേ അവനെ കണ്ടിട്ട്, കാണാനൊരു മോഹം. ഭയങ്കര മോഹമാണോ? ആണല്ലേ. ഉടായ്പ പരിപാടി എന്റെ അടുത്ത് കാണിക്കല്ലേ. ഇതിപ്പോ 2 മുട്ടയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരെണ്ണം അവൻ വിഴുങ്ങും. നടക്കൂല, 2 കഴിക്കും. അയ്യേ
ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല. ആണോ? പക്ഷെ ഞാൻ മനസ്സിൽ നല്ലോണം ചിന്തിച്ചായിരുന്നേ. ഇത് കഴിച്ചേ. എന്താ അമ്മൂമ്മ വിളിച്ചേ? ഹായ്, 2 മുട്ട. 1 മുട്ട അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം അടിക്കാം. പോടാ അവിടെ നിന്ന്. എന്നാ കഴിക്ക്. ഒരെണ്ണം വേണമെങ്കിൽ കഴിക്കാം. ഒരെണ്ണം ഞാൻ കഴിക്കാം. അപ്പൊ ഒരെണ്ണം ഇപ്പൊ കഴിക്ക്. ഒരെണ്ണം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. വേഗം ആവട്ടെ. അമ്മൂമ്മ എടുത്ത് വീഴങ്ങോട്ടെ. എന്താ 2 മുട്ട കഴിക്കാനാണ് പാടെ എടുത്ത കഴിഞ്ഞ്. എന്തുവാടെ ഇവിടെ പ്രശ്നം? എന്റെ പൊന്നെ, പുഴുങ്ങിയ 2 മുട്ട കൊടുത്തിട്ട് അതുപോലെ അമ്മൂമ്മക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം ഞാൻ കഴിക്കാന്ന് പറഞ്ഞല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞ് മറ്റേത് കഴിച്ചാൽ മതി എന്ന് ഞാനും പറഞ്ഞായിരുന്നല്ലോ. അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്ക്, ബാക്കി ഞാൻ കഴിച്ചോളാം. അയ്യടാ, മനസ്സ് കണ്ടല്ലോ. ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ് കേട്ടോ, ആളുണ്ട്. ഒരു ബുക്കഡും ഇല്ല. അത് അമ്മൂമ്മ കഴിക്കും. കഴിച്ച അമ്മൂമ്മ. അതെന്നെ കഴിച്ചമ്മൂമ്മ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ ചുറ്റും കൂടി നിൽക്കുന്നത്? ഞാൻ കഴിച്ചോളാം. ഞാൻ എന്തോ അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുവാന്നോ? മര്യാദയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തും. കഴിക്ക്. അതാണ് എൻ്റെ ഭവാനിക്കുട്ടി. കഴിക്കേട്ടാ. എന്നിട്ട് ഇതും കഴിക്കണേ. ഇപ്പോരാ ഇനി എന്തോ എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട് തന്നില്ല അല്ലേ? ഇത് ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു കൊടുക്കും. മക്കളെ, പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. കളിക്കല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും. പാറു മോളെ, അമ്മൂമ്മ 2 മുട്ട പുഴുങ്ങി തരാം. 2 മുട്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും. പാപമമ്മയല്ലേ, ഇപ്രാവശ്യം വിട്ടേക്ക്. നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ പറഞ്ഞു കൊടുക്കാം. വരണടേ. തൊട്ടിക്കാത്ത 2 കഴിച്ചു. 2 മുട്ട മൊത്തം കഴിച്ചാ? ആ, ഞാൻ കഴിച്ചു. കഴിച്ചാ ശിവ? ആ, പിന്നെ ഒറ്റരിപ്പിനല്ലേ കഴിച്ചേർത്തേ. ഈ 2 മുട്ട കഴിക്കാൻ എത്ര സമയം വേണല്ലേ ചേച്ചി? അത് തന്നെ. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ചേച്ചി ഇങ്ങനെ ഇടക്കിടക്ക് ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തേ അമ്മൂമ്മ കഴിച്ച് ഇപ്പൊ അമ്മൂമ്മക്ക് ഫുഡിനോട് ഉള്ള വെറുപ്പങ്ങ് മാറി. ഇപ്പൊ നല്ല വിശപ്പുണ്ട്. ആ, അതെങ്ങനെയാ? ഭക്ഷണം കഴിക്കാതിരുന്ന ഭക്ഷണത്തിനോടുള്ള വെറുപ്പ് കൂടും. അതുകൊണ്ട് മോളെ ഈ പാലും കൂടി അങ്ങ് കുടിച്ചേ. ഇത് ഇത്രയോ? ആ, മൊത്തം കുടിക്കണം. ഇത്രയൊന്നും കുടിക്കാൻ പറ്റത്തില്ല എനിക്ക്. കുടിച്ചാ മോമ്മ? കുറേശ്ശെ വേണമെങ്കിൽ കുടിക്കാം. ഇത് മൊത്തം കുടിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി അറിയാലോ. കുടിക്കാൻ കുടിക്ക്. ഇത് കഴിയുമ്പോ അടുത്ത ഗ്ലാസ് പാല് കൊണ്ടുവരാം. ഇനിയുണ്ടോ? ആ, 2 ഗ്ലാസ് കുടിക്കണം. அம்மா இப்படியே சாப்பிட்டா உங்களுக்கு சீக்கிரம் ரத்தம் வரும். അമ്മൂമ്മ കുടിയും കൂടെ സിപ്പി കുടി. സിപ്പി മക്കളെ, കുറേശ്ശെ കുടിക്കാൻ മോനെ. മതി, കുറേശ്ശെ കുടിച്ചാൽ മതി. പക്ഷെ അത് മൊത്തം കുടിക്കണം. എന്തോ എല്ലാരും വട്ടം കൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? എല്ലാരും ഒന്ന് പോയേ. എന്തിനാ? എനിക്ക് നിങ്ങൾ എല്ലാരും ഇങ്ങനെ നോക്കി നാണം വരും. പാല് കുടിക്കാതിരിക്കുള്ളടവല്ലേ? ഒരടവും അല്ല. ഞാൻ ഇതൊന്ന് കുടിച്ചോട്ടെ, നിങ്ങളൊന്ന് പോവോ? കുടിക്ക് കേശേ. പോയേ. അല്ല, അവൻ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടെ. അതെന്തിനാ? എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാം. ആ, കുടിക്ക്. ഇല്ല പോക്കോ. പോവാ. ശിവ പോ. ആന്റി പോയേ. പാറു പോയേ. കല്ലുമോള് പോ. മൊത്തം കുടിക്കണേ. ഞാൻ അടുത്ത ഗ്ലാസും കൊണ്ടുവരാം. പാല് മൊത്തം കുടിച്ചാ? മൊത്തം കുടിച്ചു. ശരിക്കും കുടിച്ചാ? ആ, ശരിക്കും കുടിച്ചതാണ്ട്. നോക്ക്. ഗുഡ് ഗേൾ. ശരിക്കും കുടിച്ചു? ആ, കുടിച്ചു. എനിക്കത്ര വിശ്വാസം പോരാ.
കള്ളത്തരം ചെയ്യാൻ പഠിപ്പിച്ചേ? മക്കളെ മട്ടായിരുന്നു, മട്ട അങ്ങോട്ട് ഒഴിച്ചതാ. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ അത് വൃത്തിക്ക് ചെയ്യണം. ഇത് കണ്ട അവിടെ മൊത്തം പാല്. അമ്മൂമ്മ ഇതേ വർക്കൗട്ട് ആയില്ല. പാലെന്തിനാ കളഞ്ഞേ? ഓടരുത് ഓടരുതെന്ന് പറഞ്ഞപ്പോ ഓടുന്ന എങ്ങോട്ടാ ഓടണേ? അവിടെ ഇരി. നൈസായിട്ടേ പാലാ ജനൽ വഴി അങ്ങ് കളഞ്ഞേക്കുന്നു. ശിവ, അടുക്കളയിൽ ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. കൊണ്ടുവരാമേ. അവിടെ ഇരി. മക്കളെ മര്യാദയ്ക്ക് ആ പാലങ്ങ് കുടിച്ചാ പോരായിരുന്നാ? കളഞ്ഞെന്ന് വെച്ചാ മൊത്തം കളഞ്ഞ. ആ അതെ, ഇതാടെ പോയി നോക്ക്. പാലിനൊക്കെ എന്തിനാ വില എന്നറിയൂ? 28 രൂപ കവറിന്. ശിവ, എന്നാ പിടിച്ചോ ചൂട് പാല്. കുടി ഭവാനി മോള് കുടി. കുടിക്കേ. ഒറ്റയടി കുടിച്ചോ. മര്യാദയ്ക്ക് കുടിച്ച മൊത്തം. ഇനി ഞാൻ കുടിച്ചാ ചത്തുപോവും. അത് കുഴപ്പമില്ല, അപ്പൂപ്പനെ ഞങ്ങൾ നോക്കിക്കോളാം. കുടിക്കാൻ